ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത പ്രസവരക്ഷ എപ്പിസോഡുമായിട്ടാണ് വന്നേക്കുന്നത്. ഉലുവാക്കഞ്ഞി. അതെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉലുവ കഞ്ഞിയുടെ ശരിക്കും പറഞ്ഞാൽ പ്രസവരക്ഷയ്ക്ക് മാത്രമല്ല അല്ലാതെ തന്നെ കുടിക്കാൻ നല്ലതല്ലേ. നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും അയൺ റിച്ച് ആയിട്ടുള്ളതും കുട്ടികൾക്കും എല്ലാവർക്കും പ്രായം ചെന്നവർക്കും എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉലുവ കഞ്ഞി. അപ്പൊ 100 ഗ്രാം ഉലുവ, ആദ്യം 100 ഗ്രാം ഉലുവ 4 മണിക്കൂർ മുമ്പ് കുതിർക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതിന് ചെയ്യാൻ പോകുന്നതിന് 4 മണിക്കൂർ മുമ്പേ കുതിർക്കുക. രാത്രി കുതിർക്കണോ വേണ്ട, 4 മണിക്കൂർ ചെയ്യുന്നതിന് 4 മണിക്കൂർ മുമ്പേ ഉലുവ കുതിർക്കുക. ഉലുവ വരുന്നതിന് ശേഷം കരിപ്പോട്ടി 300 ഗ്രാം കരിപ്പോട്ടി അതിലെ കണക്ക്. ഇതിപ്പോ നമ്മൾ ഉലുവ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 100 ഗ്രാം ഉലുവ കുതിർത്തത് അതിന്റെ കൂടത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ വേവിക്കുക. വെള്ളത്തില് വേവിക്കുക. 100 ഗ്രാം ഉലുവ 1 ലിറ്റർ വെള്ളം. ആ കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം തന്നെയാണ്. 100 ഗ്രാം ഉലുവ 1 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നത്. അത് തന്നെ അതേ മിക്സ് എടുത്ത് നമ്മൾ വേവിക്കുക. ഇതിന് എത്രയായാലും നമ്മൾ ഇനി കരിപ്പെട്ടിയോ 300 ഗ്രാം കരിപ്പോട്ടി, 100 ഗ്രാമിന് 300 ഗ്രാം കരിപ്പോട്ടി, 100 ഗ്രാം ഉലുവയ്ക്ക് 300 ഗ്രാം കരിപ്പെട്ടി, 1 തേങ്ങയുടെ പാല്, 1 തേങ്ങയുടെ പാല്. അപ്പം 100 ഗ്രാം ഉലുവ, 300 ഗ്രാം കരിപ്പെട്ടി, 1 തേങ്ങ, ഒരു ഫുൾ തേങ്ങയുടെ പാല്. അത് ഇത്രയും പിഴിഞ്ഞെടുത്തതാണ് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ. സാധനം മതി. അത് അതിനുശേഷം വെന്ത ശേഷം ഇതെല്ലാം ചേർത്ത് വെന്തതിന് ശേഷം ചുക്കും കാച്ചിരക്കും ചേർത്ത് നെയ്യും ചേർത്ത് വാങ്ങുക. വെന്തതിന് ശേഷം ചുക്കും കാച്ചിരക്കും നെയ്യും ചേർത്ത് നമ്മൾ വാങ്ങും. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. 100 ഗ്രാം ഉലുവയ്ക്ക് 300 ഗ്രാം കരിപ്പൊടി. എന്നുവെച്ചാൽ പ്രസവരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കാവുന്ന ഒരു സംഭവം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് 3 ചേർത്ത് വെന്തതിന് ശേഷം ചുക്കും കാച്ചിരക്കും നെയ്യും ചേർത്ത് വാങ്ങുക. എല്ലാവർക്കും കഴിക്കാം. ഇത് എത്ര നേരം വേവിക്കാൻ നമ്മൾ യൂസ് ചെയ്യണം, ഇടണം? 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് എല്ലാം പാചകത്തിൽ. ഇത് വേവാൻ എത്ര ഉലുവ വേവാൻ എത്ര സമയം എടുക്കും? അരമണിക്കൂർ. വെന്തില്ലേ? വെന്ത് വരുമ്പോ ഇതിങ്ങനെ അമുങ്ങുന്ന ഒരു രീതിയാവും, പതുങ്ങി പോകുന്ന രീതിയാവും നമുക്ക് എടുക്കാം. നമ്മുടെ ചോറ് പോലെ തന്നെ, അരി വേവുന്ന പോലെ. നമുക്ക് ഉലുവ വേവുന്ന സമയം കൊണ്ട് ബാക്കി എന്തൊക്കെയാ വേണ്ടെന്ന് നോക്കാം. ഇതിപ്പോ ഒരു ഫുള്ള് തേങ്ങ, അതിന് തേങ്ങാപ്പാല് പിഴിയാൻ പോകുന്നത്. നല്ല കട്ടിപ്പാലായിരിക്കണം. ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കരിപ്പോട്ടി ഉരുക്കിയെടുക്കുക. ഇത് കരിപ്പട്ടി ഉരുക്കിയതാണ്. ഇത് 300 ഗ്രാം കരിപ്പട്ടി 1 കപ്പ് വെള്ളത്തിൽ ചേർത്ത് ഉരുക്കിയെടുത്തതാ. എന്നിട്ട് അരിച്ചെടുക്കണം. നല്ല അഴുക്കൊക്കെ കാണും, അതുകൊണ്ട് അരിച്ചെടുക്കുക. ഇത് നമ്മൾ ചുക്കും കാച്ചരക്കും കൂടെ ചതച്ചെടുത്തിരിക്കുക. 1 സ്പൂൺ കാച്ചരക്കും 1 ചെറിയ കഷ്ണം ചുക്കൂടെ ചതച്ചെടുത്തത്. അത് നമുക്ക് അവസാനം എടുത്ത് ചേർക്കാൻ മതി. ഇപ്പൊ ചേർക്കാൻ പോകുന്ന തേങ്ങാപ്പാലാണ്. ഇത് വെന്തോ കുഞ്ഞമ്മേ? ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തോളൂ. തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോവാണ്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഉലുവ വേവട്ടെ. തേങ്ങാപ്പാലൊഴിച്ച് ഉലുവ വെന്ത് തുടങ്ങി. ഇനി അതിലോട്ട് കരിപ്പൂട്ടി ഒഴിക്കാൻ പോവാണേ. കരിപ്പൂട്ടി ഒഴിക്കാന്നേ. കരിപ്പൂട്ടി ഒഴിച്ചു. ഇനി ചുക്കും കാച്ചിരക്കും ഇടുക. പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും കാച്ചിരക്കും ഇടട്ടെ. ഇനി കുറച്ചുകൂടെ പരുവായി വരുന്ന അന്നേരം നെയ്യ് ഇറക്കണം. ഒത്തിരി സമയം എടുക്കത്തില്ല, അരമണിക്കൂർ.
തേങ്ങാപ്പാൽ ചെറുതായിട്ട് പിരിഞ്ഞ പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. കരിപ്പൊട്ടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മാറും. കുറുകാനുണ്ട്, കുറുകിയതിന് ശേഷം മാത്രം നമ്മൾ നെയ്യ് ഒഴിക്കത്തുള്ളൂ. അപ്പൊ ചേച്ചി എന്തൊക്കെയാ ചേച്ചി ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉലുവ ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു സാധനമാണ്. നമ്മുടെ മെയിൻ ആയിട്ടും സ്കിന്നിന്, നമ്മുടെ ഹെയർ ഹെൽത്തിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഉലുവ. അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിന് റിച്ച് ഇൻ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യം മഗ്നീഷ്യത്തിന്റെ ഒരു റിച്ച് സോഴ്സ് ആണ് ഉലുവ. അപ്പം നമ്മുടെ ബോൺ ഹെൽത്തിന് നല്ലതാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായിട്ട് നടുവേദനയും കാര്യങ്ങളൊക്കെ, അനസ്തേഷ്യയൊക്കെ എടുക്കുമ്പോൾ നടുവേദനയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ രീതിയിൽ ബോണിനെ സപ്പോർട്ട് ചെയ്യും, നല്ല ഹെൽത്തി സ്കിന്നും ഹെയറും ഒക്കെ വരും. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസിനെ, ഇത് ഭയങ്കരമായിട്ട് നമുക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്ന കൺട്രോൾ ചെയ്ത് ബ്ലഡ് ഷുഗർ ലെവൽസിനെയും കൊളസ്ട്രോൾ ലെവൽസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതെ, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന് മുലപ്പാല് നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഈ ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ എന്ന് പറയുന്നത്. ചെറിയ ഗീ കിടന്നേ കൊണ്ടുള്ളൂ. കുറിയതിന് ശേഷം നെയ്യ് ഒഴിച്ചാൽ മതി. ഇപ്പൊ ഒന്ന് കുറുകി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി എന്താ കുഞ്ഞമ്മേ, നെയ്യ് ഒഴിക്കാൻ പോവാണ്. വലിയ സ്പൂണിന് 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് കുടിക്കാം. അങ്ങനെ ഉലുവാക്കഞ്ഞി ശരിയായി. ഞങ്ങള് ഗ്യാസ് അണയ്ക്കാൻ പോവാണ്. നല്ല നെയ്യുടെയും കരിപ്പെട്ടിയുടെ എല്ലാം മണം. ഒന്നുകൂടി പറയാം. 100 ഗ്രാം ഉലുവ, 300 ശർക്കര, 1 തേങ്ങയുടെ പാല്, ചുക്കും കാച്ചിരക്കും നെയ്യ്. ഉലുവാക്കഞ്ഞി റെഡി. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും. ഉലുവയുടെ കുറച്ച് കയ്പ് ഉണ്ടാവും എത്രയായാലും, പക്ഷെ കരിപ്പെട്ടി അത് ആ കയ്പ് അങ്ങ്, അതെ അതെ, ആ കരിപ്പെട്ടിയുടെ മധുരം അതങ്ങ് ബാലൻസ് ചെയ്തോളും, ആ കയ്പിനെ ബാലൻസ് ചെയ്തോളും. അൾട്ടിമേറ്റ്ലി അത്ര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കഞ്ഞിയാണ് ഉലുവാക്കഞ്ഞി. അതെ, എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വ്യത്യാസമായിട്ട് എന്തെങ്കിലും രീതി ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞങ്ങളെ കൂടി അറിയിക്കാം. അപ്പൊ ശരിയല്ലോ, ഓക്കെ. ബൈ ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ ബൈ.